ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ സ്വയം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ സ്വയം ചെയ്തു, അവനത് സ്വയം ചെയ്തു, അവളത് സ്വയമാണ് ചെയ്തത്, അവർ തന്നെയാണത് ചെയ്തത്, ഞങ്ങൾ തന്നെയാണത് ചെയ്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? സ്വയം ചെയ്തു, തന്നെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നാളെ ഞാൻ തന്നെ അത് പൂർത്തിയാക്കും, അതായത് ഞാൻ സ്വയം അത് പൂർത്തിയാക്കും. അതുപോലെ തന്നെ വീട് ഞാൻ തനിയെ പെയിൻറ് ചെയ്യും, വീട് ഞാൻ തന്നെ അത് പെയിൻറ് ചെയ്യും. വീട്ടിലെ ജോലികളെല്ലാം അവൾ തനിയെ ചെയ്യും, അവൾ തന്നെ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു കാര്യം തനിയെ ചെയ്തു, തന്നെ ചെയ്തു, ആരെങ്കിലുമൊക്കെ സ്വയം ചെയ്തു, തന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഈ കാണുന്നത്. മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ, ഇപ്പം ഞാൻ പറയാണ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ചെയ്തത്, അതിന് നമ്മൾ മൈസെൽഫ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ അവൾ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ സ്വയമാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവൾ സ്വയം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹെർസെൽഫ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ യുവർസെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ചെയ്തു, നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് ചെയ്തത്, നിങ്ങൾ സ്വയമാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അവൻ സ്വയം ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ സ്വയം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹിംസെൽഫ് എന്നാണ് നമ്മൾ പറയുന്നത്, ഹിംസെൽഫ്. അതുപോലെ തന്നെ അവർ തന്നെ ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദംസെൽഫ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ദംസെൽഫ് എന്ന് പറയുമ്പോൾ എഫ് അല്ല നമ്മളവിടെ ഉപയോഗിക്കുന്നത്, ദംസെൽഫ്സ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു രീതിയാണ്. ഓക്കെ. അപ്പോൾ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി സെൻറ്റൻസുകൾ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നാളെ ഞാൻ തന്നെ അത് പൂർത്തിയാക്കും. നാളെ ഞാൻ തന്നെ അത് പൂർത്തിയാക്കും. അതായത് ഞാൻ നാളെ തനിയെയാണത് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നാളെ ഞാൻ തനിയെ അല്ലെങ്കിൽ തന്നെ അത് പൂർത്തിയാക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. I will finish it by myself tomorrow. I will finish it by myself tomorrow. നാളെ ഞാൻ തന്നെ അത് പൂർത്തിയാക്കും, നാളെ ഞാൻ സ്വയം അത് പൂർത്തിയാക്കും. I will finish it by myself tomorrow. I will എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്നാണ്. ഐ വിൽ ഫിനിഷ്. വില്ലിന് ശേഷം നമ്മളൊരു പ്രവൃത്തി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെർബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യും എന്നാണ് അർത്ഥം. ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും, ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരും. ഇവിടെ ഐ വിൽ ഫിനിഷ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ പൂർത്തിയാക്കും, ഞാൻ പൂർത്തിയാക്കും. ബൈ മൈസെൽഫ് ടുമോറോ, സ്വയം ഞാൻ തന്നെ അത് ചെയ്യും. ബൈ മൈസെൽഫ് ടുമോറോ, നാളെ ഞാൻ തന്നെ അത് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. വീട് ഞാൻ തനിയെ പെയിൻറ് ചെയ്യും. വീട് ഞാൻ തനിയെ പെയിൻറ് ചെയ്യും. മറ്റൊരാളുടെ സഹായമില്ലാതെ വീട് ഞാൻ തനിയെയാണ് പെയിൻറ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഐ വിൽ പെയിൻറ് ദ ഹൗസ് ബൈ മൈസെൽഫ്. ഐ വിൽ പെയിൻറ് ദ ഹൗസ് ബൈ മൈസെൽഫ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഐ വിൽ പെയിൻറ്, ഞാൻ പെയിൻറ് ചെയ്യും. ദ ഹൗസ്, വീട്. ബൈ മൈസെൽഫ്, സ്വയം. വീട് ഞാൻ തനിയെ അല്ലെങ്കിൽ സ്വയം പെയിൻറ് ചെയ്യും. ബൈ മൈസെൽഫ് എന്നുള്ള രീതിയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഞാൻ തനിയെ പെയിൻറ് ചെയ്യും. ഓക്കെ. അതുപോലെ നമ്മുടെ അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത്, വീട്ടിലെ ജോലികളെല്ലാം അവൾ തനിയെ ചെയ്യും. വീട്ടിലെ ജോലികളെല്ലാം അവൾ തനിയെ ചെയ്യും. ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ തന്നെ ചെയ്യുമെന്നല്ല, പകരം അവൾ തനിയെ ചെയ്യുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവിടെ വാക്കിലുള്ള മാറ്റം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഹെർസെൽഫ് എന്ന വേർഡാണ്. ഓക്കെ. അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങനെയാണ്: ഷീ വിൽ ഡു ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക്സ് ബൈ ഹെർസെൽഫ്. ഷീ വിൽ ഡു, അവൾ ചെയ്യും, ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക്സ്, വീടുമായി ബന്ധപ്പെട്ട വീട്ടിലുള്ള എല്ലാ ജോലികളും, ബൈ ഹെർസെൽഫ്, അവൾ സ്വയം ചെയ്യും. വീട്ടിലെ ജോലികളെല്ലാം അവൾ തനിയെ ചെയ്യും. ഷീ വിൽ ഡു ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക്സ് ബൈ ഹെർസെൽഫ്. ഇങ്ങനെയാണത് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷീ വിൽ ഡു, അവൾ ചെയ്യും. വില്ലിന് ശേഷം നമ്മൾ വെർബിന്റെ ഒന്നാമത്തെ ഫോം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതായിരുന്നു, ആ പ്രവൃത്തി ചെയ്യും എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടും.
സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം തനിയെ ഒറ്റയ്ക്ക് സ്വയം പോരാടും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് സ്വയം ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം സ്വയം തന്നെ അതിനുവേണ്ടി പോരാടും എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? ഇങ്ങനെയാണ്. ഹി വിൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ എവേഴ്സ് ബൈ ഹിംസെൽഫ്. ഹി വിൽ ഫൈറ്റ്, അദ്ദേഹം ഫൈറ്റ് ചെയ്യും. എഗെയിൻസ്റ്റ് ദ സോഷ്യൽ എവേഴ്സ്, സാമൂഹിക തിന്മകൾക്കെതിരെ. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരെ എന്നാണ് അർത്ഥം. എഗെയിൻസ്റ്റ് ദ വോൾ എന്ന് പറഞ്ഞാൽ ചുമരിനെതിരെ. എഗെയിൻസ്റ്റ് മീ എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ. എഗെയിൻസ്റ്റ് ഹെർ എന്ന് പറഞ്ഞാൽ അവൾക്കെതിരെ. എഗെയിൻസ്റ്റ് യു എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ. ഇവിടെ എങ്ങനെയാണ്? എഗെയിൻസ്റ്റ് ദ സോഷ്യൽ എവിൾസ്, സാമൂഹിക തിന്മകൾക്കെതിരെ. ബൈ ഹിംസെൽഫ്, അയാൾ തനിയെ ഒറ്റയ്ക്ക് സ്വയം അയാൾ പോരാടും. ഒന്നുകൂടെ പറയാം, സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടും, തനിയെ പോരാടും. ഹി വിൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ എവിൾസ് ബൈ ഹിംസെൽഫ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഉച്ചഭക്ഷണം അവർ തന്നെ തയ്യാറാക്കും, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം അവർ തനിയെ സ്വയം തയ്യാറാക്കും. അവരവിടെ ചെന്ന് ജോലി ചെയ്യാണ്. അവിടെ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനൊന്നും ആരുമില്ല. കുറച്ചു കാലമായിട്ട് അവർ തനിയെയാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം അവർ തന്നെ തയ്യാറാക്കും. ദേ വിൽ പ്രിപ്പയർ ലഞ്ച് ബൈ ദംസെൽഫ്. ദേ വിൽ പ്രിപ്പയർ ലഞ്ച് ബൈ ദംസെൽഫ്സ്. ദേ വിൽ പ്രിപ്പയർ ലഞ്ച് ബൈ ദംസെൽഫ്സ്. അവർ സ്വയം പ്രിപ്പയർ ചെയ്യും, തയ്യാറാക്കും ഉച്ചഭക്ഷണം, ലഞ്ച്. ബൈ ദംസെൽഫ്, സ്വയം തന്നെ, അവർ തന്നെ ഉച്ചഭക്ഷണം തയ്യാറാക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ദംസെൽവ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് THEMSELVES എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ തനിയെ പണി പൂർത്തിയാക്കും. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ തനിയെ പണി പൂർത്തിയാക്കി. എന്തിൻ്റെയെങ്കിലുമൊക്കെ ഒരു കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക, വീട് പണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി. അപ്പോൾ അദ്ദേഹം തനിയെ അത് പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം പറയാണ്. ഞാൻ തനിയെ പണി പൂർത്തിയാക്കി. ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഐ കംപ്ലീറ്റഡ് ദ വർക്ക് ബൈ മൈസെൽഫ്. ഐ കംപ്ലീറ്റഡ് ദ വർക്ക് ബൈ മൈസെൽഫ്. പണി ഞാൻ സ്വയം പൂർത്തിയാക്കി. ഐ കംപ്ലീറ്റ് ദ വർക്ക് ബൈ മൈസെൽഫ്. പണി ഞാൻ സ്വയം പൂർത്തിയാക്കി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് മൈസെൽഫ്, herself, yourself, himself, themself. അവർ സ്വയം, ഞാൻ സ്വയം, അവൾ സ്വയം, നിങ്ങൾ സ്വയം, അവൻ സ്വയം, തനിയെ എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നും അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി വീണ്ടും